പട്ടാളക്കാരനായിരുന്നു. അതു കഴിഞ്ഞു തയ്യൽക്കട തുടങ്ങി, കൂട്ടത്തിൽ സൈക്കിൾ ഷോപ്പും. സാധാരണ ഖലീഫ ഒരു പരിഷ്കാരിയാണ്. ഡബിളും ചുപ്പയും ചീകിമിനിക്കിയ മുടിയും ക്ലീൻ ഷേവും. ഇപ്പോൾ ഒരു മുണ്ട് മാത്രമേ ഉടുത്തിട്ടുള്ളൂ. എന്തോ രഹസ്യമുണ്ട്. ഞാൻ മിണ്ടിയില്ല. വല്ലതും മിണ്ടിപ്പോയാൽ? അവൻ പറഞ്ഞു, വല്യക്കാക്ക, ഞാൻ എൻ്റെ സ്ഥലം വിൽക്കാൻ വിചാരിക്കുന്നു. വല്യക്കാക്കയ്ക്ക് വില കുറച്ചു തരാം. അതിപ്പോൾ എന്തിനു വിൽക്കുന്നടാ? കാശില്ല. ഉണ്ടെങ്കിൽ ഒരു ഷർട്ട് തുന്നിയിടുകില്ലേ? സ്ഥലത്തിന് എന്തു വില കിട്ടണം? വല്യക്കാക്കയായതുകൊണ്ട് വില കുറച്ചു തരാം. 10,000 രൂപ തന്നേര്. 10,000 രൂപ? ഖലീഫ അതെന്തു വിലയ്ക്ക് വാങ്ങിച്ചെന്ന് എനിക്കറിയാം. ഞാൻ വിഷയം മാറ്റി. ഞാൻ ചോദിച്ചു, നീ ഇപ്പോൾ ഈ വീട്ടിൽ എന്തു കൊടുക്കുന്നുണ്ട്? 2-3 കൊല്ലത്തിനു മുമ്പ് ഖലീഫ വീട്ടിൽ കൊടുത്തിരുന്നത് ദിവസത്തിൽ 2 അണയായിരുന്നു. അവനും അവന്റെ കെട്ടിയോൾക്കും 2 പിള്ളേർക്കും തീറ്റയ്ക്കും കുടിക്കും കിടക്കയ്ക്കുമൊന്നും അവൻ വാങ്ങിച്ചിരുന്നില്ല. എണ്ണയും സോപ്പും അവൻ വാങ്ങിച്ചിരുന്നില്ല. അതൊക്കെ 2 അണയിൽ പെടും. അബ്ദുൽ ഖാദർ അവനെ ചീത്ത പറയും. അവനു യാതൊരു നാണവുമില്ല. മുറുകി പറഞ്ഞാൽ ഉടനെ അവൻ പറയും, ഞാൻ പട്ടാളത്തിൽ പൊയ്ക്കോളാം, സർക്കാരിന് എന്നെ ആവശ്യമുണ്ട്. എങ്കിലും അന്ന് എൻ്റെ മധ്യസ്ഥതയിൽ ചില ഒത്തുതീർപ്പുകളെല്ലാം ഉണ്ടായി. 2 അണ ഞാൻ 4 അണയാക്കി. ക്രമേണ അത് 12 അണയിൽ എത്തിച്ചു. ഞാൻ പോയ ഉടനെ ഖലീഫ അത് വെട്ടിക്കുറച്ചു. ഒടുവിൽ പഴയ 2 അണ തന്നെ ആക്കിയെന്നോ മറ്റോ കേട്ടതായ ഓർമ്മയുണ്ട്. ഖലീഫയ്ക്ക് ഒരു കുട്ടി കൂടി ഉണ്ടായിട്ടുണ്ട്. അവനെ കൊണ്ട് കൂടുതൽ കാശ് കൊടുപ്പിക്കാൻ ഒരു ന്യായവുമായി. പക്ഷേ എൻ്റെ ചോദ്യത്തിനല്ല അവൻ സമാധാനം പറഞ്ഞത്. അവൻ പറഞ്ഞു, കൊച്ചിക്കാക്കയ്ക്കിടെ മേട് കൊണ്ട് ജീവിക്കാൻ വയ്യ. അബ്ദുൽ ഖാദറിന്റെ എന്തു മേട്? ഒരു കെട്ട് നോട്ടുമായിട്ട് വന്ന് എൻ്റെ കടയിൽ കയറി വന്ന് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് നോക്കടാ എന്ന് പറഞ്ഞ് ആ നോട്ടുകൊട്ട് കൊണ്ട് എൻ്റെ മുഖത്തടിച്ചു. എന്നിട്ട് പറയുകയാണ്, പണം കൊണ്ടെറിഞ്ഞാൽ പണത്തിൽ തന്നെ കൊള്ളുമെടാ. എന്നിട്ട് ചട്ടി ഇറങ്ങിപ്പോയി. ഞാൻ നാണിച്ചു പോയി. ഞാൻ വല്യക്കാക്കയ്ക്ക് ദിവസവും മേടി മേടിച്ചു തരുന്നില്ലേ? ദിവസവും തീപ്പെട്ടി മേടിച്ചു തരുന്നില്ലേ? എൻ്റെ പണം കൊണ്ടെറിഞ്ഞാൽ എന്താ പണത്തിൽ തന്നെ കൊള്ളാത്തത്? ന്യായം. എങ്കിലും അതിനല്ല ഞാൻ സമാധാനം പറഞ്ഞത്. ഞാൻ പറഞ്ഞു, റഷീദ് കൂടി ഉണ്ടല്ലോടോ ഇപ്പോൾ. റേഷൻ വാങ്ങാൻ നീ എന്തു കൊടുക്കുന്നുണ്ട്? അവൻ എടുത്ത വായിക്ക് പറഞ്ഞു, ഞാൻ പട്ടാളത്തിൽ പൊയ്ക്കോളാം, സർക്കാരിന് എന്നെ ആവശ്യമുണ്ട്. അവന് കറുത്തു പിടിച്ച് അകത്തു കയറി ഊണും കഴിച്ച് നേരെ തയ്യൽക്കടയിലേക്ക് പോയി. ഞാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാത്തുമ്മയുടെ ആട് വരാന്തയിൽ കയറി വന്ന് എൻ്റെ കൂടെ മിശ്രഭോജനത്തിന് ഓരുമ്പിട്ടു. ഞാൻ ഒച്ചയെടുത്തു, പാത്തുമ്മ ഓടിവാ. പാത്തുമ്മ ഓടി വന്ന് അതിനെ മുറ്റത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, അതിനെ കയറിട്ട് കെട്ടി നിർത്തണം. പാത്തുമ്മ പറഞ്ഞു, കയറിടണത് ഇനി ഇഷ്ടമല്ല വല്യക്കാക്ക. സന്ധ്യയോടെ കൊച്ചുണ്ണി വന്നു. ചിലപ്പോൾ വീട്ടിൽ കിടക്കും, എൻ്റെ അടുത്തു തന്നെ. എൻ്റെ ഇപ്പുറത്ത് ഉമ്മ, കൊച്ചുണ്ണിയുടെ അപ്പുറത്ത് അബ്ദുൽ ഖലീഫ. അവന്റെ കുടുംബത്തിന്റെ കൂടെ മറ്റേ മുറിയിൽ അബ്ദുൽ ഖാദർ. അവന്റെ കുടുംബത്തിന്റെ കൂടെ പുരയ്ക്കകത്ത് വരാന്തയുടെ ചാക്കുകളുടെ ഉള്ളിൽ സുലൈമാനും കുടുംബവും. കൊച്ചുണ്ണി വീട്ടിൽ കിടക്കാതെ വരുമ്പോൾ കുടുംബസമേതം പോവും. ചൂട്ടും കത്തിച്ച് മുമ്പേ കൊച്ചുണ്ണി. ആ വെളിച്ചത്തിൽ പിറകെ പാത്തുമ്മ. വാല് പോലെ പാത്തുമ്മയുടെ തൊട്ടു പിന്നിൽ 10 വയസ്സായ ഖദീജ. ഖദീജയുടെ തൊട്ടു പിന്നിൽ ആട്.